തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോവൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ നാടകീയ രംഗങ്ങൾ. പോലീസിനെയും ഫോറൻസിക് സംഘത്തെയും തടഞ്ഞ് കുടുംബവും ചില നാട്ടുകാരും പിന്നാലെ കല്ലറ പൊളിക്കുന്ന നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഗോവൻ സ്വാമിയുടെ മക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നത്തെ ദൃശ്യങ്ങളാണ്. അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളെ നിർത്തി കണ്ടിട്ട് അത് തൊടുള്ളൂ. പറഞ്ഞതൊന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കുക. ഞാൻ പറയുന്നതിന് അമ്മ ഒന്ന് മിണ്ടാരി, അമ്മ മിണ്ടാരി, മിണ്ടാരി, അമ്മ മിണ്ടാരി. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. അമ്മ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച? ഇല്ല 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 ഇല്ല. ഞാൻ പറയുന്നതിന് ഒരു കാര്യം. അമ്മ ഒന്ന് മിണ്ടായിരിക്കും. ഞാൻ പറയട്ടെ. അമ്മ ഒന്ന് പറയട്ടെ. സാർ ഞാൻ ഒന്ന് പറയണമെന്ന് മനസ്സിലാക്കാത്ത സാർ. ഞാൻ ഒന്ന് പറയണമെന്ന് സാർ മാറാൻ എനിക്കൊന്ന് പറയണമെന്ന് മനസ്സിലാക്കണം. നിങ്ങളാദ്യം ഞങ്ങളൊന്ന് പറയണം, മനസ്സിലാക്കണം. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് അവിടെ കണ്ടത്. പോലീസുമായി വാക്കേറ്റമുണ്ടായി. അവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ അടക്കം അവരുമായിട്ട് തന്നെ നാട്ടുകാരും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് അടക്കം എത്തുന്ന ഒരു ഘട്ടം എത്തിയിരുന്നു. ഇപ്പോൾ പോലീസ് നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. രാഹുൽ ജിനാഥ് ഉണ്ട്. രാഹുൽ, മണിക്കൂറുകൾ നീണ്ട സംഘർഷമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഒരു തീർപ്പിലേക്ക് എന്തായാലും പോലീസ് പോയിട്ടില്ല. ആദ്യവുമായി ഇനി ചർച്ചയൊക്കെ നടക്കാൻ പോവുകയാണ്. കുടുംബത്തെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രാഹുലിലേക്ക് എത്താം. അത്യന്തം നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് കണ്ടത്. ഗോപൻ എന്ന ആളെയാണ് മക്കൾ സമാധി ഇരുത്തിയതായി അറിയാൻ കഴിഞ്ഞത്. അതിന്മേൽ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും നെയ്യാറ്റിൻകരയിൽ എത്തി ഈ സമാധി സ്ഥലത്തേക്ക് എത്തിയത്. ഈ സമാധി ആക്കി വെച്ച ആ സ്ഥലം, ആ കല്ലറ പൊളിക്കാനുള്ള ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നത്. അതാണ് സംഘർഷത്തിലേക്ക് തന്നെ കലാശിച്ചത്. രാഹുൽ ജിനാഥ് ഉണ്ട്. രാഹുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ? അതുതന്നെയാണ് പ്രതീക്ഷ. ഈ കാണുന്ന പോസ്റ്ററാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത്. അവിചാരിതമായി പെട്ടെന്ന് ഇത്തരത്തിൽ ഇവിടെ താമസിച്ചിരുന്ന ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്നുള്ള വാർത്ത നാട്ടുകാരറിയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പീഠത്തിൽ, അദ്ദേഹം സമാധിയായി അദ്ദേഹത്തിനെ ആ പീഠത്തിൽ മറവ് ചെയ്തിരിക്കുകയാണ് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന തരത്തിൽ ഈ വശത്ത് ഇപ്പോൾ അത് ടാർപ്പ കെട്ടി ആ സ്ഥലം മറച്ചിരിക്കുകയാണ്. ആ സ്ഥലത്ത് ഇത് പൊളിക്കാനുള്ള നടപടിയുമായി കളക്ടർ ഉൾപ്പെടെയുള്ള വലിയ സംഘം എത്തി. ആ സംഘം എത്തിയപ്പോൾ തന്നെ ഇവിടെ ആദ്യഘട്ടത്തിൽ കുടുംബത്തിൻ്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അത് ലംഘിക്കപ്പെടും, അതുകൊണ്ട് ഞങ്ങളിത് അനുവദിക്കില്ല എന്ന തരത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ നടത്തി. ആ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോയി. അത് കുറേ സമയം അവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനുശേഷമാണ് അഭിഭാഷകൻ ഉൾപ്പെടെ, ഈ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ ഉൾപ്പെടെ എത്തി ഇവർക്ക് കൂടി നിയമപരമായി ഈ കാര്യങ്ങൾ നേരിടാൻ സമയം നൽകണമെന്ന തരത്തിൽ അവകാശം അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചത്. അത് കേൾക്കാമെന്ന് അധികാരികളും സമ്മതിച്ചു. ആ ഘട്ടത്തിലാണ് കുടുംബം പിന്തിരിഞ്ഞ് വീട്ടിലേക്ക് പോയത്. പിന്നീട് ഇവിടെ തടിച്ചുകൂടുന്ന നാട്ടുകാർ തമ്മിൽ വലിയ തർക്കമുണ്ടായി. ആ തർക്കം എന്ന് പറയുന്നത് ഒരു ഭാഗം എത്തിയിട്ട് ഇത് ആചാരത്തിൻ്റെ ഭാഗമാണ്, ആ കുടുംബത്തെ കേൾക്കാതെ, ആ ആചാരം എന്തെന്ന് മനസ്സിലാക്കാതെ ഇത് പൊളിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് ഇവിടെ കൂടി നിന്ന ഒരു ഭാഗം പറഞ്ഞത്. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗം പ്രതിഷേധവുമായി എത്തി. കാര്യങ്ങൾ നടപ്പിലാക്കാനെത്തിയ പോലീസ് അത് പൂർത്തിയാക്കണം, അത് പൂർത്തിയാക്കിയേ മടങ്ങാനാവൂ. കാരണം ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ പീഠത്തിനുള്ളിൽ ഇദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മരണം എങ്ങനെ ഉണ്ടായി എന്നുള്ള തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നല്ലോ. ഈ ഗോപൻ സ്വാമിയുടെ മക്കൾക്കൊപ്പം, ആ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രതികരണം നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതല്ല, ഇതൊരു ശരിയായ വസ്തുതയല്ല, അദ്ദേഹത്തെ ജീവനോടുകൂടി കല്ലറയിൽ ഇരുത്തിയതാണ് എന്നൊക്കെ പറയുന്ന ആളുകളെയും കണ്ടു. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ചേരിതിരിഞ്ഞ് ഒരു ഏറ്റുമുട്ടലിലേക്കും പോയോ?
തീർച്ചയായും അത്തരത്തിൽ വാഗ്വാദങ്ങളുണ്ടായി. പോലീസ് ഇടപെട്ടു. പോലീസ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ പോലീസ് കുടുംബാംഗങ്ങളെ, അത് 2 മക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായി കാര്യങ്ങൾ ചോദിക്കാൻ. ഒപ്പം ഈ പ്രതിഷേധം സംഘടിപ്പിച്ച 2 ഭാഗങ്ങളുടെയും പ്രതിനിധികളെയും ഒപ്പം കൊണ്ടുപോകുന്ന വഴിയാണ് ഇത്തരത്തിൽ സംസാരമുണ്ടായത്. അതായത് ആദ്യഘട്ടത്തിൽ ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ പോലീസ് എല്ലാവരോടും ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രതിഷേധക്കാർ, അതായത് ഈ കല്ലറ പൊളിച്ചുകൊണ്ട്, ഈ പീഠം പൊളിച്ചുകൊണ്ട് ഈ നിജസ്ഥിതി അറിയണം, സത്യാവസ്ഥ അറിയണമെന്ന അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധം ഉന്നയിച്ചവരൊക്കെ ഈ പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ശേഷം ഇവിടെ ഈ പറയുന്നത് പോലെ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന തരത്തിലുള്ള ആളുകൾ നിരന്തരം ഇവിടെ ഇതിനുള്ളിൽ നിന്ന് പ്രതികരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരെ കൂടി പുറത്താക്കണം, എല്ലാ വിഭാഗങ്ങളും പുറത്തു നിന്ന് കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി എന്ന തരത്തിലാണ് ആദ്യം പ്രതിഷേധമുണ്ടായി. പോലീസ് അത്തരത്തിൽ അവരെ പുറത്താക്കാൻ തയ്യാറാകാത്തത് എന്താണ്, പ്രതിഷേധം ഉന്നയിക്കുന്നവർ, അതായത് ഈ പീഠം പൊളിച്ച് സത്യാവസ്ഥ അറിയണമെന്ന് പറയുന്നവരെ മാത്രം പുറത്താക്കുന്നത് എന്താണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പ്രതിഷേധക്കാർ ഇവിടെ ബഹളം വെച്ചത്, ശേഷം മുദ്രാവാക്യം വിളിച്ചത്. ആ ഘട്ടത്തിലാണ് പോലീസ് ഈ പ്രതിനിധികളെല്ലാം ചേർത്ത് കൊണ്ടൊരു ചർച്ച, RDOയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അഭിഭാഷകനും കുടുംബത്തിലെ അഭിഭാഷകനും പറയുന്നത് ഇവർക്ക് നിയമപരമായി ഇത് നേരിടാനുള്ള കുടുംബവുമായിട്ട് എത്തുന്ന പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ തന്നെ നേരത്തെ ഈ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ സമ്പർക്കമൊക്കെ പുലർത്തിയിരുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് പരിചയസമ്പന്നരായ ആളുകളാണോ? ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി, ആ വയോധികൻ ജീവിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ ഈ അമ്പലവുമായിട്ടൊക്കെ സഹകരിച്ച ആളുകളാണോ ഇപ്പോൾ പിന്തുണയുമായി ഈ ഘട്ടത്തിലെത്തുന്നത്? എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ അമ്പലത്തിൽ എത്താറുള്ളവരും ഒപ്പം ഈ ആചാരത്തെയാണ് അവർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. കാരണം നാട്ടുകാർ, ഈ പ്രതിഷേധിക്കുന്നവരിലും നാട്ടുകാരുണ്ട്, ഇത് അനുകൂലിക്കും, ഇത് പൊളിക്കേണ്ട, ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ്, ഇവർക്ക് സമയം കൊടുക്കണമെന്ന് പറയുന്നവരിലും നാട്ടുകാരുണ്ട്. എന്തായാലും അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഈ വീടും പരിസരവുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ്, 2 അഭിപ്രായങ്ങളുമായി ഇരുചേരിയിലുമുള്ളത്. അത് തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള വീട്ടുകാരും തന്നെയാണ്.